ഈ കേസിലെല്ലാം പ്രതിയായിരുന്നു. ശബരിമല കേസിൽ അദ്ദേഹം പ്രതിയാണ്. ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ്, ശരത് മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 63ഓളം വരെ ചെറുപ്പക്കാർ, അവർക്ക് മനസ്സിലായി അവരെ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായപ്പോഴാണ് അവരത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയല്ല. കാപ്പ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൽ മാത്രം ഉള്ളതാണ്. 6 മാസമാകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു. അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല. അതിൽ 6 മാസത്തേക്ക് പിന്നെ പോലീസ് തീരുമാനിക്കും, അല്ലെങ്കിൽ കളക്ടർ തീരുമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. അത് കഴിയുമ്പോൾ ആ കേസില്ല. ഒരു നനനടപ്പെന്ന് പറയും. എന്നുവെച്ചാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പോലീസാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ ശരത് ചന്ദ്രനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ, യുവജന മോർച്ചയുടെ ഒരു ഏരിയയിൽ 4 പഞ്ചായത്തിലെ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കേസ് പ്രതിയായിട്ടുണ്ട്. അതൊന്നും ആ പ്രസ്ഥാനത്തിന് വേണ്ടി, ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ഇത്രയാളെ ശരത് മാറുമ്പം വേറെ ബാക്കിയുള്ളൊരു വരത്തില്ലല്ലോ. അന്നേരം അവരെ പിന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതിൽ നിന്ന്, അതിൽ നിന്ന് മോചനമായി കഴിഞ്ഞാലും മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ്. ശരൺചന്ദ്രൻ RSSലും അതുപോലെ തന്നെ യുവമോർച്ചയിലും നിന്നപ്പോൾ നിങ്ങളെ ഒരു ഇത്തരം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ശരിയായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോഴാണ്, ഇപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് കാണുന്നത്. അത് സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ DIG റിപ്പോർട്ടിനകത്ത് ഈ ഇഡലി എന്ന് വിളിക്കുന്ന ഇന്നയാളുടെ മകൻ ശരൺചന്ദ്രൻ നിങ്ങൾ അറിയപ്പെടുന്ന റൗഡിയാണ്. നിങ്ങളെ ഈ സാമൂഹ്യ വിരുദ്ധ തടയൽ നിയമം കാപ്പ പ്രകാരം നിങ്ങളെ ചുമത്തിയിട്ടുള്ളത്, നിങ്ങൾ ഈ ഇന്ന അധികാര പരിധിക്ക് വിട്ടു പോകരുത്, അതായത് സഞ്ചാരപഥം നിയന്ത്രിച്ചിട്ടുണ്ട്. ഏപ്രിൽ 16-ാം തീയതി അയാൾ കാപ്പ ലംഘിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങി കോടതിയുടെ ഗേറ്റിലെത്തിയപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോയി ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടി അദ്ദേഹം ഇപ്പം ഈ കഴിഞ്ഞ ജൂൺ 21 പുറത്തിറങ്ങിയത്. അപ്പൊ ആ കാപ്പ വിദൂരമായ കാപ്പയാണ്. കാപ്പയ്ക്ക് എപ്പോഴും അതിനൊരു പീരീഡുണ്ട്. അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പ എന്ന് പറയത്തില്ല. മനസ്സിലായോ? കാപ്പ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെപ്പറ്റി നിങ്ങൾക്ക് ധാരണ. കാപ്പ ഒന്ന് ചുമത്തിയാൽ അതിന് 6 മാസം, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ കളക്ടർ തീരുമാനിച്ചാൽ 1 വർഷം ഒരു പീരീഡുണ്ട്. അല്ല ജീവിതകാലം മുഴുവൻ കാപ്പയായിട്ട് ആളും മുദ്ര കുത്തപ്പെടുകയല്ല. ഈ കാപ്പയിലേക്ക് എത്തിയ സാഹചര്യം എങ്ങനെയാണ്? അത് RSSന് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ്.